എന്താ ഇത്ര I got തുള്ളിച്ചാട്ടം? into Columbia. Next semester അവിടെ തുടങ്ങാം. Oh, really? That's nice. That's nice. I'm so excited. Me too. Who's Dad? അകത്ത് Is ചെല്ലോ. inside? ബീന ഇങ്ങോട്ട് വന്നില്ലേ? വന്നു. എന്നിട്ട് എവിടെ? അഡ്മിഷന്റെ കാര്യം പറഞ്ഞ് എന്നെ കത്തിവെക്കാനായിരുന്നു അവളുടെ പരിപാടി. ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞപ്പോ അല്പം പിണങ്ങിയാ പോയിരിക്കുന്നേ. എന്താ ജോസ് ഇത്? അവൾ ഇത്രയും നല്ലൊരു ന്യൂസ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ റെസ്പോണ്ട് ചെയ്യുന്നത്? വാട്ട്? ഒരു കാര്യം പറയുമ്പോ ഇങ്ങോട്ട് നോക്ക്. ബീനയ്ക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. അത് പറയാൻ അവൾ ഇങ്ങോട്ട് വന്നത്. ഈ വിവരമൊക്കെ അവൾ എന്നോട് പറഞ്ഞു. എന്നിട്ടാണോ അവളെ ഒന്ന് കൺഗ്രാചുലേറ്റ് പോലും ചെയ്യാതിരുന്നേ? എന്താ ഇതാൻസി, എന്താ ഈ പുതിയ ശീലങ്ങൾ? ബീനയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ജോസ് ഈ തിരക്കിനിടയിൽ ഒന്നും നോട്ടീസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം. എന്തു മാറ്റം? ഇന്നലെ അവൾ എന്നോട് പറഞ്ഞു, ഈ വീട്ടില് സുമിയും ബിന്ദുവും താമസിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലെന്ന്. ഇപ്പൊ ഈ അഡ്മിഷന്റെ പേരിൽ അവൾ കാണിച്ച എക്സൈറ്റ്മെന്റ് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടല്ലേ അവളുടെ പല അച്ചീവ്മെന്റ്സും നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. എല്ലാം അവൾക്ക് നിസ്സാരമായിരുന്നു. നമ്മൾ അവൾക്ക് കൊടുത്തിരുന്ന അറ്റൻഷൻ ബിന്ദുവിലേക്കും സുമിയിലേക്കും ഷിഫ്റ്റ് ആവുന്നുണ്ടോയെന്ന് അവൾ സംശയിക്കുന്നു. അതിന്റെ റിഫ്ലക്ഷനാ ഓഫ് ലൈറ്റ് ആയിട്ടുള്ള ഈ പെരുമാറ്റം. പ്ലീസ് ജോസ്, അങ്ങനൊരു സംശയം അവളുടെ മനസ്സിൽ വളരാൻ നമ്മൾ അനുവദിക്കരുത്. പ്ലീസ് ടോക്ക് ടു ഹർ, മേക്ക് ഹർ കംഫർട്ടബിൾ. ചായ. ആഹാ, സുമി എണീറ്റ് ചായ കിട്ടോ? ഉച്ചയ്ക്കൊരു മയക്കം പതിവില്ലാത്തതാ. എന്തോ വല്ലാത്തൊരു ക്ഷീണം. എന്താ പ്രത്യേകിച്ച് അങ്ങനെ തോന്നാൻ? വേണമെങ്കിൽ ഡോക്ടറെ കാണാം. ഏയ്, 1-2 ദിവസമായിട്ട് ഉറക്കം ശരിയാവുന്നില്ല. അതിന്റെയാ. ഉറക്കം വരാതിരിക്കാൻ വേണ്ടി മാത്രം എന്താ ഇവിടെ പ്രശ്നം? അതിനെങ്ങനെ വലിയ കാര്യമൊന്നും വേണമെന്നില്ല. എന്തെങ്കിലും ഒരു ചെറിയ സംഗതി മതി. നാട്ടിൽ വെച്ച് ഇടയ്ക്കിങ്ങനെ ഉണ്ടാവാറുണ്ട്. അവിടുത്തെ ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഉറക്കത്തിനുള്ള ഗുളിക കഴിച്ചു കുറച്ചു കാലം. ബിന്ദു അറിഞ്ഞ അവള് ചീത്ത പറയും. മനസ്സിന് കുറച്ച് ധൈര്യം വേണമെന്ന് പറഞ്ഞ് ആ ഗുളിക കൊണ്ടുവരാനും മറന്നു. അയ്യോ, ട്രാങ്കുലൈസർ അധികം കഴിക്കുന്നത് നല്ലതല്ല. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അതൊക്കെ ശരിയായിക്കൊള്ളും. ഇവിടെ തോട്ടം പണിക്കൊന്നും ആളിനെ കിട്ടില്ലേ? കിട്ടും, പക്ഷേ എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ അവർക്ക് കൊടുക്കേണ്ടി വരും. പണ്ടൊക്കെ ഒരാളെ നിർത്തിയിരുന്നു. ഇപ്പൊ സമയം കിട്ടുമ്പോൾ ഞങ്ങൾ തന്നെ അങ്ങ് ചെയ്യും. പിന്നെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് സമയമില്ലല്ലോ. പിന്നെ ഒരു സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ കുറ്റം പറയരുതല്ലോ. നാട്ടിൽ നല്ലൊരു തോട്ടം ഉണ്ടായിരുന്നു വീടിന്റെ മുറ്റത്ത്. ചെറിയൊരു തോട്ടം. എന്നെക്കാളും ബിന്ദുവിനായിരുന്നു ചെടികളുടെ കാര്യത്തിലൊക്കെ ശ്രദ്ധ. അതൊക്കെ എന്തോ ആയോ എന്തോ. അല്ല, അവിടെ അടിച്ചു വാരാനും തുടയ്ക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ ആളിനെ ഏർപ്പാടാക്കിയെന്നല്ലേ പറഞ്ഞത്? ഉവ്, ഒരു അസത്ത തള്ളയാ. അവര് വന്ന് നേരെ ചൊവ്വേ വല്ലതും ചെയ്യുന്നുണ്ടോ ആവോ? അത് ശരി. അപ്പൊ അവിടുത്തെ കാര്യം ആലോചിച്ചിട്ടായിരിക്കും മനോവിഷമം. ആവോ, അതും കാണുമായിരിക്കും. കാര്യം എന്താണെന്ന് എനിക്ക് തന്നെ പലപ്പോഴും അറിയില്ല. എന്തെങ്കിലും ഒന്നിങ്ങനെ കരട് പോലെ എപ്പോഴും മനസ്സിൽ കിടക്കുന്നുണ്ടാവും. എന്തിനാ ഒരു കാര്യമില്ലാതെ വിഷമിച്ച് ഉറക്കം കളയുന്നതെന്ന് ഞാൻ തന്നെ എന്നോട് 100 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രയോജനമില്ല. ആ സ്വഭാവം നമുക്കൊന്ന് മാറ്റിയെടുക്കണമല്ലോ. ഇങ്ങനെയാണോ ഈ വണ്ടി ഓടിക്കുന്നത്? What are you? Traffic controller? മോളെ. Yeah, I know it's my fault. It was just happening like that. Okay, what do you want me to do now? ഒരു മണിക്കൂറായി അവൾ ആ ഫോൺ ചെവി വെച്ചൊന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. No. ആരോട് അവൾ ഇത്ര സംസാരിക്കുന്നേ? അമ്മയൊന്നും മിണ്ടായിരുന്നേ. അവക്ക് 100 ഫ്രണ്ട്സ് കാണും. Yeah, I know it's my fault, okay? ഇരിക്കെ. നിങ്ങളെന്താ ഇവിടെ തനിച്ചിരിക്കുന്നേ? ഏയ്, വെറുതെ ഓരോന്നും പറഞ്ഞിരുന്നു. ഇതൊന്ന് നോക്കിക്കേ ആന്റി. പരീക്ഷ ജയിച്ചതിന് സമ്മാനമായി അമ്മ ബീനയ്ക്ക് കൊടുക്കാൻ വാങ്ങിച്ചതാ. ആഹാ, അസലായിട്ടുണ്ടല്ലോ. ഇതുപോലൊരെണ്ണം ഞാൻ അവൾക്ക് വാങ്ങണമെന്ന് കരുതിയിരിക്കായിരുന്നു. അല്ല, ഇതെപ്പോ പോയി വാങ്ങി? ഇന്ന് രാവിലെ. ഇതൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് ഇവിടെ ഒരു കൂട്ടുകാരി പറഞ്ഞപ്പോ ഞങ്ങളിന്ന് രാവിലെ പോയി വാങ്ങി. നിങ്ങൾ തനിച്ചോ? ജോസ് അറിയണ്ട.
ഇനി അമ്മ ജീവിതത്തിൽ ഇവിടുത്തെ ട്രെയിനിൽ കയറില്ല. അത്രയ്ക്ക് പേടിച്ചു ഇന്ന് രാവിലെ. എന്തായാലും ഒന്നും പറ്റാതെങ്കിൽ എത്തിയല്ലോ, അത് തന്നെ ആശ്വാസം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ജോസിനോട് പറഞ്ഞാ പോരെ. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടണോ? അത് സാരമില്ല. എത്ര ദിവസം ഇവിടെ വന്നിട്ട് ഇനിയെങ്കിലും തനിച്ചൊക്കെ പോയിന്ന് പഠിക്കണ്ടേ? നന്നായി. Mom, I'm hungry. ആ എന്താ ഇവിടെ? ദാ സുമി എന്നെ കൊടുത്തേക്ക്. മോൾക്ക് തരാൻ വാങ്ങിച്ച പരീക്ഷയ്ക്ക് ജയിച്ചാൻ അമ്മയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാ. Wow, thanks auntie. നന്നായി വരും മോളെ. എല്ലാ പരീക്ഷയിലും ജയിച്ച് നന്നായി വരും. Thanks auntie. Mom, ഇന്നത്തെ പാർട്ടിക്ക് ഞാൻ ഇത് കൊടുക്കാൻ പോന്ന. ഇതോ? No way, I'm fine with this. ഇതൊന്നും കൊടുത്ത് മോൾക്ക് ശീലം ഉണ്ടാവില്ല. ഞാൻ ഉടുപ്പിച്ചു തരാം. സെറ്റുമുണ്ട് കൊടുത്ത പെൺകുട്ടികളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാ അല്ലേ ആൻസി? വേണ്ട, I can help myself. ആന്റി, ഞാൻ മാനേജ് ചെയ്തോളാം. അവളുടെ കാര്യങ്ങളിൽ ആരും അങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവളോട് സംസാരിക്കുമ്പോ സുമി ഒന്ന് ശ്രദ്ധിച്ചാ മതി. ട്രാഫിക് റൂൾസ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ബീന ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയപ്പോൾ ഏതോ ഒരു മദാമയായിരുന്നു ഇൻസ്പെക്ടർ. അവളോട് വണ്ടി ഒരു ക്രോസിംഗ് ലൈനിൻ്റെ മുമ്പിൽ നിർത്താൻ പറഞ്ഞു. ഫസ്റ്റ് ലൈനിലായിരുന്നു അവളുടെ വണ്ടി. കുറച്ചു പേര് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. 7 ലൈൻ റോഡായിരുന്നു. ആൾക്കാർ ക്രോസ് ചെയ്ത് ഒരു 6th ലൈനിൽ എത്തിയപ്പോഴേക്കും അവൾ വണ്ടി എടുത്തു. അതോടെ ടെസ്റ്റും തോറ്റു. എന്നിട്ട് അവൾ ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. അത് 6 മാസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റിന് അപ്പിയർ ചെയ്ത് ക്ലിയർ ചെയ്തു. അപ്പം ലൈസൻസ് കിട്ടി. ലൈസൻസ് ഇല്ലാതിരുന്നപ്പോൾ ജോസ് അവളെ കൊണ്ട് വണ്ടി തൊടിയിച്ചിട്ടേയില്ല. ഷോ, അക്കാര്യം പറഞ്ഞ് എന്നും വഴക്കായിരുന്നു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഹിയർ. സുമി നാട്ടിൽ എപ്പോഴെങ്കിലും കാർ ഓടിച്ചിട്ടുണ്ടോ? ഇല്ല, സൈക്കിൾ ഓടിച്ച ഓർമ്മയുണ്ട് ചെറുപ്പത്തില്. സുമി ഒന്ന് ഓടിച്ചു നോക്കുന്നോ? അയ്യോ വേണ്ട. സാരില്ല, ഒരു ട്രാഫിക്കും ഇല്ലാത്ത റോഡല്ലേ. കംപ്ലീറ്റ്ലി സേഫ്. ജസ്റ്റ് കം. ആ, ഇറങ്ങ. ആദ്യം ബെൽറ്റ് ഇടണേ. ആ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതാക്കി. എനിക്ക് കാലും കൈയൊക്കെ വരയ്ക്കുന്നു. ഒന്നുമില്ലെന്നേ. സ്റ്റാർട്ട് ചെയ്തിട്ട് പതിയെ ആക്സിലേറ്റർ കാല് കൊടുത്താൽ മതി. ദേ ഇത്രയേ ഉള്ളൂ. ഈ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നേരെ പോ. മതി. ഡ്രൈവ് ചെയ്തോളൂന്നേ. കൂടുതൽ ഡ്രൈവ് ചെയ്യുമ്പോഴേ ധൈര്യം കിട്ടൂ. പോട്ടെ. ഇവിടെ വന്ന് 8 വർഷം കഴിഞ്ഞ ശേഷം ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ കഷ്ടപ്പെട്ട് ജോലിക്ക് ദിവസവും ട്രെയിനിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതിത്ര എളുപ്പമുള്ള പണിയാണെന്ന് പിന്നീടല്ലേ മനസ്സിലായത്. ബീന ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അവൾ അതിനു മുൻപ് ഞങ്ങൾ അറിയാതെ അവളുടെ ഫ്രണ്ട്സിന്റെ വണ്ടി ഡ്രൈവ് ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് എന്റെ ബലമായ സംശയം. അവൾ എന്നെക്കുറിച്ച് എന്തെങ്കിലും ആൻസിയോട് പറയാറുണ്ടോ? അതെന്താ സുമി? വെറുതെ അവൾക്കെന്നെ ഇഷ്ടമല്ലേ?
പിന്നെ നേരെ നോക്കി ഡ്രൈവ് ചെയ്യും. ജോസ്, ഉം. ഇന്ന് ഞാനും സുമിയും ഷോപ്പിങ്ങിന് പോയപ്പോഴേ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ അന്നയെ പോലൊരു സ്ത്രീയെ കണ്ടു. അന്നെ പോലെയല്ലേ ഉള്ളൂ, അന്നെയൊന്നുമല്ലല്ലോ. അല്ല ജോസ്, എനിക്ക് തീർച്ചയാണ് അത് അന്ന തന്നെയാണ്. ആയിക്കോട്ടെ, അതിനെന്നാ ഇപ്പോ? അല്ല, കാനഡയിൽ തന്നെ സെറ്റിൽ ആവുന്നല്ലേ അന്ന് പറഞ്ഞത്. പിന്നെന്താ അന്ന ഇവിടെ? ഇതിലൊക്കെ ഇത്ര കൺസേൺ ആവാൻ എന്തിരിക്കുന്നു? അവർക്ക് അവരുടെ തീരുമാനം മാറ്റിക്കൂടെ? അല്ലെങ്കിൽ അവരിവിടെ ഒരു കാഷ്വൽ വിസിറ്റിന് വന്നതാവും. നിനക്കൊന്ന് അന്നയോട് സംസാരിക്കണമെന്നില്ലേ? എത്ര കാലം കൂടി കാണുന്ന? എന്റെ കൂടെ സുമിയും ബിന്ദുവൊക്കെ ഉണ്ടായിരുന്നു. സോ വാട്ട്? ജോസിനെല്ലാം അറിയാം. എന്നാലും ചില സമയത്തുള്ള പൊട്ടംകളിയാ എനിക്ക് പിടിക്കാത്ത. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. അതൊന്നും അന്നെ ഇപ്പൊ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല. നീ ഇങ്ങനെ പേടിക്കുന്നതാണ് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കുന്നത്. ആൻഡ് ഐ ഹാവ് ടോൾഡ് യു മെനി ടൈംസ്. സുമി അന്നയെ കണ്ടാൽ എന്താണ്? നമ്മളൊരു കുട്ടിയെ ദത്തെടുത്തെന്നല്ലാതെ സുമിയാണ് ആ കുട്ടിയുടെ അമ്മയെന്ന് അന്നെ എങ്ങനെ മനസ്സിലാക്കാനാ? എന്റെ ഏതോ ഒരു റിലേറ്റീവിന്റെ കുഞ്ഞിനെ നമ്മൾ ദത്തെടുത്തു എന്നേ അന്നയ്ക്കറിയാവൂ. അതെന്റെ പെങ്ങളുടെ മകളാണെന്ന് പോലും അന്നയോട് നമ്മൾ പറഞ്ഞിട്ടില്ല. കൂടുതൽ ഡീറ്റെയിലിന് പോകുന്നതിന് മുമ്പ് നമ്മൾ കാനഡ വിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. നോക്ക്, പിന്നെന്തിനാ അന്നെ പേടിക്കുന്നേ? എന്നാലും അന്നയ്ക്കതറിയാം ബീന നമ്മുടെ മോളല്ലെന്ന്. നീ അന്നയെ കണ്ടപ്പോൾ സംസാരിക്കേണ്ടതായിരുന്നു. നമ്മുടെ എത്ര നല്ല ഫ്രണ്ട്സായിരുന്നു അന്നയെങ്കിലും. വർഷമെത്ര കഴിഞ്ഞു. ഇവിടത്തെ ലൈഫിന്റെ തിരക്കില് അവരത് എപ്പോഴേ മറന്നിട്ടുണ്ടാവും. അന്നയുടെ കൂടെ അങ്കിളും ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന തനിച്ചായിരുന്നു. എനിവേ, ഇനി എവിടെയെങ്കിലും വെച്ച് അവരെ കണ്ടുമുട്ടും. ഇറ്റ്സ് എ സ്മോൾ വേൾഡ്. വേണ്ട, എനിക്കിനി അവരെ കാണണമെന്നില്ല. ശരിക്കും. വേണ്ടെങ്കിൽ വേണ്ട. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. മീരയെ പിന്നെ കണ്ടായിരുന്നോ? ഇല്ല. ഉണ്ണിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കാന്നൊക്കെ ഞാൻ വെറുതെ ഒരു വാക്ക് കൊടുത്തിരുന്നു. അവളെക്കുറിച്ച് ഓർത്ത് എനിക്ക് പേടിയില്ല. ഷീ വിൽ കം ത്രൂ ഇറ്റ്. കുറച്ച് സമയം എടുക്കുമായിരിക്കും, ബട്ട് ഷീ ഡെഫിനറ്റ്ലി വിൽ. ഉണ്ണിയുടെ കാര്യം, മാരിറ്റൽ ബ്ലിസിനെ കുറിച്ച് ഉപദേശിക്കാൻ ചെന്നപ്പോ അവൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന്. എന്നിട്ട് ജോസ് എന്തു പറഞ്ഞു? ഞാനെന്ത് പറയാൻ? ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടൈം ഫോർ ഹിം. പാവം പാവം ഉണ്ണി. എങ്ങനെയുണ്ട് പെങ്ങളെ അമേരിക്കൻ മരുന്നിന്റെ എഫക്റ്റ്? നല്ല കുറവുണ്ട് ചായ. എന്ന് കരുതി നീ ഓടി നടന്ന് അടുക്കള ചെന്ന് പണിയെടുക്കാനും നിൽക്കണ്ട. നിന്നെ കണ്ടാൽ നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. ഇച്ചായനിന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോണം. ഇവിടുത്തെ ഷെൽഫിൽ നിന്ന് കുറച്ച് ഫയൽ എടുക്കാനുണ്ട്. പിന്നെ നിനക്ക് ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? ഇവിടെ ഒന്നും ഇരിപ്പുണ്ടാവില്ല. വിശപ്പെന്ന സാധനവും എനിക്കില്ല. വെറും വയറ്റിൽ മരുന്ന് കഴിച്ചാൽ പിന്നെ അത് മതി. ഞാൻ ഇത്തിരി പൊടിയരിയിടാം. വേണ്ടി ചായ, ഇച്ചായൻ വൈകും. നിന്റെ കാര്യം കഴിഞ്ഞുള്ള തിരക്കേ ഉള്ളൂ ഇച്ചായന്, കേട്ടല്ലോ. മോൾക്ക് അവൾക്ക് എന്നോട് നല്ല ഇഷ്ടക്കുറവുണ്ടാവും. ആർക്ക്? ബീനയ്ക്കോ? എന്തിന്? അവളുടെ സ്വഭാവം ഇത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലേ? അതല്ല, നാട്ടിൽ വന്നപ്പോ ഇങ്ങനെ ആയിരുന്നില്ല അവള്. ഞാനൊരു ശല്യമായിട്ട് തോന്നുന്നുണ്ടാവൂ അവൾക്ക്. എന്താ സുമീത്, ഇതല്ലേ ആ ഡോക്ടർ പറഞ്ഞത്? ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ച് വെറുതെ മനസ്സ് വിഷമിപ്പിക്കല്ലേന്ന്. ഇന്നലെ അവൾ ആരോടെ വഴക്കിട്ടാ വന്നത്. ആ ദേഷ്യത്തിലാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്. ഇത്തിരി കൂടി ശാസ്ത്രി വളർത്തായിരുന്നു ഇച്ചായൻ അവളെ. നീ എന്താ അങ്ങനെ പറഞ്ഞത്? ഇത്രയും പിടിവാശിയും ദേഷ്യമൊന്നും നല്ലതല്ല പെൺകുട്ടികൾക്ക്. വേണ്ടതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ അതിന് പറ്റാതാവും. ആൻസിക്ക് അവളെ സ്നേഹിക്കാനേ അറിയൂ. മക്കളെ ശാസിച്ച് സ്നേഹിക്കാൻ സ്വന്തം അമ്മയ്ക്ക് പറ്റൂ. ഞാൻ ഇച്ചാനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ചില നേരത്തെ അവളുടെ പെരുമാറ്റം കാണുമ്പോൾ എന്റെ ചങ്ക് പൊട്ടുക.
ഇങ്ങനല്ല എന്റെ മോളാകേണ്ടിയിരുന്നത്. ഇങ്ങനല്ല. ഇത് കാണാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. നാട്ടിലിരുന്ന് ഇവിടുത്തെ സുഖത്തിൽ വളരുന്ന അവളെ സങ്കല്പിച്ച് ജീവിച്ച് തീർത്തേനെ ഞാൻ. അത് മതിയായിരുന്നു എനിക്ക്. സുമി, എന്തൊക്കെയാ നീ പറയുന്നത്? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ടാ നിനക്ക് ഉറക്കം വരാത്തത്. എന്റെ കാര്യമല്ല, ഇത് തീരാറായ ഒരു ജീവിതം. അങ്ങനെയാണോ അവള്? സുമി, അവൾക്കൊന്നും പറ്റിയിട്ടില്ല. ഞാനാ പറയുന്നത്. മറ്റാരെക്കാളും കൂടുതലായി എനിക്കറിയാം അവളെ. ഈ ഒരു ചെറിയ കാര്യം നീ വെറുതെ വലുതാക്കണ്ട. കണ്ണടച്ച് കിടക്ക്, ഒന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ മോളെ ഞാൻ തന്നെ വളർത്തിയ മതിയായിരുന്നു. അന്ന് തോന്നിയൊരു അതിമോഹം വേണ്ടായിരുന്നു. അത് അങ്ങനെ തോന്നിപ്പോവാ ഇപ്പോ. ആ, നിനക്കിന്ന് ക്ലാസ്സില്ലേ? No, I skipped today. എന്തു പറ്റി? ഒരു കണക്കിന് നീ കോളേജിൽ പോകാൻ നന്നായി. ഇവിടെ തന്നെ കാണുമല്ലോ. ഡേ, സുമാൻറ്റി അവിടെ കിടപ്പുണ്ട്. ഷീസ് നോട്ട് വെൽ. ഞാൻ കുക്കറിൽ കുറച്ച് പൊടിയിലിട്ടിട്ടുണ്ട്. ഐ ഹാവ് ടു ഗോ ടു ഓഫീസ്. കൃത്യം 20 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യണം. ഉച്ചയ്ക്ക് സുമാൻറ്റിക്ക് ഒരു ടാബ്ലറ്റ് ഉണ്ട്. അതിനു മുൻപ് കഞ്ഞി കൊടുക്കണം. ഓക്കെ? I can't. I'm not her servant. ദാറ്റ്സ് ബാഡ് മോളെ. കേരളത്തിൽ വെച്ച് നിനക്ക് പനി വന്നപ്പോൾ സുമാൻറ്റി അല്ലേ നോക്കിയത്? ജസ്റ്റ് പേ ഹർ ബാക്ക്. Daddy എല്ലാം ബിസിനസ്സാ. What, pay her back? I can't. ബീന. I said I can't. ബീന, ബി എ ഗുഡ് ഗേൾ. നീയൊന്ന് സ്നേഹമായിട്ട് സംസാരിച്ചാൽ അവൾക്ക് എത്ര ആശ്വാസമായിരിക്കും അറിയാവൂ. Why can't you be nice to her? Because I don't like her, and I can't pretend to be nice like you. Shut up! This is the limit. This is the limit, Bina. This is not Kerala for you to just slap me, Dad, okay? അതെടി, ഞാനും ഒരു മലയാളി തന്നെയാ. ഇനിയും തല്ലി നീ എന്ത് ചെയ്യും? ലാളിച്ച് വഷളായി. What are you staring at? ആരെ നീ നോക്കി പേടിപ്പിക്കുന്നേ? മര്യാദയ്ക്ക് പറയുന്നിട്ട് മിണ്ടാതെ ഇവിടെ ഇരുന്നോണം. കേട്ടോ നീ? Did you get what I said? Yeah. Good. I'll show you, Dad. കാണിച്ചു തരാം ഞാൻ. ഈ റിട്ടയർമെന്റ് ഹോം എന്നൊക്കെ പറയുമ്പോ അതിനെന്താ കുഴപ്പം ആൻസി? അല്ല, എവിടെയാണ് ഈ ഹോം? നീ കണ്ടിട്ടുണ്ടാവും. സെയിന്റ് ആന്റണീസ് ചർച്ച് എത്തുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ തന്നെ പലതവണ അതുവഴി ഒരുമിച്ച് പാസ് ചെയ്തിട്ടുണ്ട്. ആ, അറിയാം. എന്നാലും എന്നാലും അല്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ സുമിക്ക് പറ്റുന്നതാണോ? എന്താ കുഴപ്പം? നമ്മുടെ ഈ ഓഫീസിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് ആരെങ്കിലുമൊക്കെ സഹായിക്കുമെന്നുള്ള ഫീലിംഗ് എങ്കിലും ഉണ്ടാവുമല്ലോ. അതൊക്കെ ശരി തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഒരു ജോലി വേണമെന്ന് സുമി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെതായ വഴിക്കൊന്ന് അന്വേഷിച്ചു. അപ്പോൾ ഉണ്ടായി വന്നൊരു ഓപ്പണിംഗാ ഇത്. ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനായി റിട്ടയർമെൻറ്റ് ഹോം നടത്തുന്നത്. അതുകൊണ്ട് അധികം സാലറി ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു ജോബ് കം സർവീസ്, അതാണ് അവരുടെയും ആറ്റിറ്റ്യൂഡ്. റിട്ടയർമെന്റ് ഹോം എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും സുമിയുടെ ജോലി? അസിസ്റ്റന്റ് എന്നായിരിക്കും ഡെസിഗ്നേഷൻ. ആസ് ദി നെയിം സജസ്റ്റ്, അവിടെയുള്ള ഇൻമേറ്റ്സിനെയൊക്കെ അസിസ്റ്റ് ചെയ്യുക, അവർക്ക് സമയാസമയം ആഹാരം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, എക്സസൈസ് ചെയ്യിക്കുക. ബട്ട് ഓൺലി ഫ്രം 9 to 6. അത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുമിക്ക് പറ്റുന്ന ഒരു ജോലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തതിന് മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സുകൂടി ഉണ്ടല്ലോ സുമിക്ക്. ഷീ വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ഇറ്റ്. നീ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും മിസ്റ്റർ ബ്രയൻ. എൻ്റെ കഴിഞ്ഞ കഥകളി ഫെസ്റ്റിനൊക്കെ വന്നിട്ടുണ്ട് കക്ഷി.
നല്ല മനുഷ്യനാ. അയാളാ അതിന്റെ പ്രൊപ്പറൈറ്റർ. ഉം. ആ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ സുമിയെ ക്ലിനിക്കിൽ കൊണ്ടുപോയതേ ഉള്ളൂ ജോസ്. അതൊന്നും സാരമില്ല. ഒരു ജോലിക്ക് പോയി തുടങ്ങുമ്പോൾ സുമിയുടെ വിഷമമൊക്കെ പകുതി മാറും. നീ ഒന്ന് സംസാരിച്ചു നോക്ക്. ശരി. നെക്സ്റ്റ് മൺഡേ ഒരു യെസ് ഓർ നോ മറുപടി പറയാമെന്നാ ഞാൻ ബ്രയനോട് പറഞ്ഞിരിക്കുന്നത്. ഉം. ആലോചിക്ക്, ജോസിനോട് ഒന്ന് ചോദിക്ക്. സുമിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. ഉം. ഓക്കെ, ലെറ്റ്സ് ഗോ. സുമിയൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാൻ ആൻസി? എനിക്കിവിടുത്തെ രീതികൾ വല്ലതും അറിയോ? എന്തായാലും ഒരു ജോലി വേണം, അത് തീർച്ചയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലതാണെന്ന് തോന്നുന്നെങ്കിൽ മതി. പിന്നെ എനിക്കെന്താ വിരോധം? ഇവിടുന്ന് ഒരു 10 മൈൽ ദൂരമുണ്ട്. ഞാനും ജോസും ഓഫീസിൽ പോകുന്ന റൂട്ടും അല്ല, അതാ ഒരു പ്രശ്നം. അതൊന്നും സാരമില്ല, പോയി തുടങ്ങുമ്പോൾ ഒക്കെ ശരിയായിക്കൊള്ളും. ബിന്ദു തനിച്ചു പോയിട്ടല്ലേ പഠിക്കുന്നേ? അതുപോലെ ഞാനും തനിച്ചു പോയാലെന്താ? നല്ലതാണെങ്കിൽ വേണ്ടെന്ന് വെക്കണ്ട. ഇങ്ങനൊരവസരം ഇനി കിട്ടിയില്ലെങ്കിലോ? ആ ഇങ്ങതാ, ഞാൻ കഴുകാം. പിന്നെ എന്റെ പഠിപ്പിന് ചേർന്നൊരു ജോലിയല്ലേ ഞാൻ ആഗ്രഹിക്കാൻ പാടുള്ളൂ. പിന്നെ ഡിഗ്രി തോറ്റിട്ട് കളക്ടർ ഉദ്യോഗം വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഈ റിട്ടയർമെന്റ് ഹോമിൽ തന്നെ ഒരുപാട് വലിയ പഠിപ്പുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. കുറച്ചു കാലം കഴിഞ്ഞ് ബീനയുടെ കാര്യമൊക്കെ ഒരു വഴിക്കായാൽ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുമെന്നുള്ള കാര്യം സംശയം. ജോസ് പറയുന്നതാ ശരി, മനസ്സ് പറയുന്നത് പോലെ അങ്ങ് ചെയ്യുക. അല്ലാതെ എല്ലാ തിരക്കും കഴിയുന്നവരെ കാത്തിരുന്നാലേ പിന്നെ അതിന് പറ്റിയെന്ന് വരില്ല. പക്ഷേ എല്ലാവർക്കും അങ്ങനെ പറ്റില്ലല്ലോ. എന്തായാലും പോയി നോക്കാം. ശരിയാവില്ലെന്നാണെങ്കിൽ പിന്നീട് വേണ്ടാന്ന് വെക്കാലോ. പിന്നുള്ള കാര്യം ശമ്പളത്തിൻ്റെയാ. ഇൻമേറ്റ്സിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി നടത്തുന്ന സ്ഥാപനമല്ല അത്. അവർക്ക് അങ്ങനെ വലിയ പണമൊന്നും തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതൊന്നും സാരമില്ലെന്നേ. എന്ത് കിട്ടിയാലും ലാഭം, അത്രേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. കുറഞ്ഞതൊരു $1000 തരുമായിരിക്കുമെന്നാ റീത്ത പറഞ്ഞത്. എന്നുവെച്ചാൽ എത്രയാ? എത്ര രൂപ വരും? ഇന്ത്യൻ മണി എങ്ങനെയും 50,000-അടുത്ത് വരും. അയ്യോ, മാസം 50,000 രൂപ ശമ്പളോ? എനിക്കോ? എന്നാ അവിടെ ജോയിൻ ചെയ്യേണ്ടത്? ആദ്യം ഈ അസുഖമൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് ജോയിൻ ചെയ്യാം. ഞാൻ സുമിയോട് പറഞ്ഞപ്പോ അവക്ക് ഭയങ്കര താല്പര്യമായി. എന്നാത്തിന്? അവക്ക് എന്തറിഞ്ഞിട്ടാ? ഈ കിട്ടുന്ന പൈസ വെച്ച് ദിവസവും ട്രെയിനിൽ പോയി വരാൻ കഴിയൂ? $1000 ശമ്പളം. പാവം, അവള് നാട്ടിലെ രൂപയായി കൺവേർട്ട് ചെയ്ത് കാണും. എന്താ, നാട്ടിലാണെങ്കിലേ 40,000 കൂടുതലുണ്ട്. നാട്ടിൽ 2 രൂപയ്ക്ക് ചായ കിട്ടും, ഇവിടെ $3 കൊടുക്കണം. അതായത് 150 രൂപ. ഈ കണക്കൂടെ നാത്തൂനെ പറഞ്ഞ് മനസ്സിലാക്കാത്തെന്താ? അപ്പോ ജോസിന് ഈ ജോലി ഇഷ്ടപ്പെട്ടില്ലെന്നാണോ? ഒരു ജോലി വേണം, അത് നല്ല കാര്യം തന്നെ. പക്ഷെ ആ ജോലി കൊണ്ട് എന്നേലും ബെനിഫിറ്റ് വേണം. റീത്ത പറഞ്ഞപ്പോ സുമിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്ന് എനിക്ക് തോന്നി. ഉവ്വേ, ഇതിലും ഭേദം ഇവിടെ ഏതെങ്കിലും വീട്ടിൽ മെയ്ഡ് സെർവന്റ് ആയിട്ട് പോയി ഇതിലും കാശ് കിട്ടും. വേണ്ടെങ്കി വേണ്ട. ജോസിന് എപ്പോഴും കാശിന്റെ വിചാരമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ എല്ലാത്തിന്റെയും ക്രൈറ്റീരിയ. വേറെന്താ? അയ്യോ, ഞാനൊന്നും പറയുന്നില്ല. ആങ്ങളെയും പെങ്ങളും കൂടെ എന്താന്ന് വെച്ചാൽ ആലോചിച്ച് തീരുമാനിച്ച് അങ്ങ് ചെയ്തേക്കുക. ഇപ്പൊ എനിക്കായി കുറ്റം. സുമിക്കൊരു ചേഞ്ച് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചെന്നേ ഉള്ളൂ. എനിക്ക് അവളൊരു ബേർഡൻ അല്ല. അതിന് നിന്നെ ആരാ കുറ്റം പറഞ്ഞത്? ആരെയും നോവിക്കാതെ എല്ലാ എൻസും മീറ്റ് ചെയ്യാൻ നോക്കുന്ന നിന്നെ ഞാൻ അറിയില്ലെന്നാണോ? ഐ നോ യു ആൻഡ് സി. ഇതൊന്നുമല്ല. അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ അത് അവൾക്ക് ഉപകാരമുള്ള വല്ലതും ആകണ്ടേ? അവൾക്കൊരു ജോലിക്ക് ഞാനും ശ്രമിക്കുന്നുണ്ട്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, റീത്തയോട് ഞാൻ പറഞ്ഞോളാം. സുമിയോട് ജോസ് തന്നെ അങ്ങ് പറഞ്ഞേക്കെ. ഏയ്, പിണങ്ങിയോ? ജോലിക്ക് പോണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞാലേ വേറെ രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യും. ജോസിനൊരു പ്രശ്നവുമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ബീന കടന്നോ? അവള് ലേറ്റാവും. ഏതോ ഫ്രണ്ടിന്റെ വീട്ടില. ഞാനിപ്പോ വിളിച്ചിരുന്നു. ഈ സമയത്ത് അവൾക്ക് ഫ്രണ്ടിന്റെ വീട്ടിൽ എന്താ കാര്യം? വേഗം വരാൻ പറയാറുന്നില്ലേ? അതെന്താ, ഇതാദ്യമായിട്ടാണോ ലേറ്റ് ആവുന്നത്? ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും ജോസിന് മുമ്പുണ്ടായിട്ടില്ലല്ലോ. അത് തന്നെയാ കുഴപ്പം. നമ്മൾ തന്നെ എല്ലാത്തിനും വളം വെച്ച് കൊടുക്കുന്നേ. ഇന്നലെ അവള് സുമിയോട് പെരുമാറിയത് കണ്ടോ?
അവള് കുട്ടിയല്ലേ ജോസ്? അല്ല, നോട്ട് എനിമോ. ഷീസ് എ ഗ്രോൺ അപ്പ് ഗേൾ നൗ. അതിന്റെ മെച്യൂരിറ്റിയും സീരിയസ്നെസ്സും ഒക്കെ ഇനിയെങ്കിലും കാണിച്ചേ പറ്റൂ. അതിപ്പോ അവളെ നമുക്കിപ്പോ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. വൈ നോട്ട്? തല്ലേണ്ടടുത്ത് തല്ലി തന്നെ വളർത്തണം. അങ്ങനെ ചെയ്താൽ കുറയുന്നതല്ല സ്നേഹം. നമ്മുടെ മോള അവള്. അപ്പോ ഞാൻ അവളെ സ്നേഹിച്ച് വഷളാക്കിയെന്നാണോ പറഞ്ഞു വരുന്നത്? നീയല്ല, നമ്മൾ. വി ഡിഡ് ഇറ്റ് ടുഗദർ. ജോസ്, വെറുതെ അപ്സെറ്റായിട്ട് കാര്യമില്ല. ആലോചിച്ച് നോക്ക്, അതല്ലേ സത്യം. ഇനി നമ്മളത് ആവർത്തിക്കാൻ പാടില്ല. അവൾക്കത് ദോഷമേ ചെയ്യൂ. വി ഹാവ് ടു കറക്റ്റ് ഹെർ. അവൾക്കത് കുറച്ച് വേദനിച്ചാലും വി ഹാവ് ടു.